അപ്പൊ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു കടലക്കറി ഉണ്ടാക്കാം, അതിൽ ബാച്ചിലറായിട്ട് നിൽക്കുന്ന ഏത് വ്യക്തികൾക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറി റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇന്നലെ കുതിർക്കാൻ വെച്ച കടലയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഒന്ന് കഴുകി എടുക്കണം. ഓക്കെ, കഴുകി കഴിഞ്ഞാൽ നേരെ കുക്കറിൽ നിൽക്കും. സംഭവം ഒരു പടി ഇഞ്ചി മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇത് സൂപ്പർ മാർക്കറ്റ് പോകണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഇടിച്ചിടിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ വേണ്ട സാധനങ്ങൾ ഇത് പച്ചക്കായാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, സവാള, കറിവേപ്പില, പച്ചമുളക്, തക്കാളി. ഇത് 2 എണ്ണം മതി, ഇത് 1.5 മതി. ഓക്കെ, അപ്പം നേരത്തെ കുക്കറിൽ നമ്മൾ കടല ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നേരിൽ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഡയറക്റ്റ്ലി അതിൻ്റെ അകത്തോട്ട് ചെയ്യാം. അതാണ് നമ്മുടെ പരിപാടി. ഡയറക്റ്റ്ലി എല്ലാം കൂടെ അതിൻ്റെ അകത്ത് വരി ഇടുക. പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത മസാലാസാണ്. ഓക്കെ, മഞ്ഞപ്പൊടി ശകലം എടുക്കുക, ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഗരം മസാലയാണ്. ഗരം മസാല ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഒരു ഇതാണ് പരിപാടി ചെയ്യുന്നത്. ഇത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ ഒരു 2 ടീസ്പൂണാണ് മല്ലിപ്പൊടി ഇടുന്നത്. അതേപോലെ തന്നെ ചില്ലിയൊക്കെ ശകലം എടുത്തുള്ളൂ, ഇത്രയും എടുത്തുള്ളൂ ചില്ലി. അത് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി ലേശം. അതിനുശേഷം ചിക്കൻ മസാല ഞാൻ ഇടാറുണ്ട്, ഒരു ലേശം ചിക്കൻ മസാല ഇടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞാൽ. ഇതിന് ശേഷം നമ്മൾ അടുത്ത ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലാണ്. ഓയിൽ ശകലം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു അത്യാവശ്യം ഞാൻ അധികം ഓയിൽ ഇട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, അതിനുശേഷം പറഞ്ഞാൽ നമ്മുടെ ഉപ്പാണ്. ഉപ്പ് ആദ്യമേ നമുക്ക് നല്ല രീതിയിൽ പിടിക്കണം. സോ ഇതെല്ലാം എടുത്തിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു അറ്റം വരെ വരുന്ന രീതിയിലുള്ള വെള്ളം എടുത്ത് വെക്കുക. അപ്പൊ ഇത്രേ ഉള്ളു പരിപാടി എന്ന് പറഞ്ഞാൽ. ഇനി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസില്, 2 മീഡിയത്തിൽ അടിക്കുക. ഇത്രയും പരിപാടി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുക്കർ തുറക്കാനുള്ള പരിപാടി നോക്കാം. പെട്ടെന്ന് തുറക്കുമ്പോൾ നോക്കി തുറക്കണം. പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. സോ ആ ഗ്യാസ് മുഴുവനായി പോയി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വിസിൽ ഊരുമ്പോഴത്തേക്ക് ആ പുക പോകുമല്ലോ, ആ ഗ്യാസ് പോയതിനു ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കാം. പയ്യെ തുറക്കാൻ ശ്രമിക്കാം. ഇത്രേ ഉള്ളു പരിപാടി. കറി ഏകദേശം 90% റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിപ്പോൾ ഗ്യാസിൽ ഏറ്റവും സിമ്മിൽ ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം എണ്ണ താളിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില അതേപോലെ തന്നെ കടുകും മാത്രമേ ഇട്ടിട്ടുള്ളൂ, പിന്നെ മുളകും മാത്രമേ ഇട്ടു, അത്ര തന്നെ. അതിനുശേഷം ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ് എനിക്ക് ഇനി ഇടേണ്ടത്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചതിന് നേരെ കിട്ടിലായിട്ട് കറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നേരെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ദോശയിലോട്ട് നമ്മൾ ഇടുകയാണ്. ഓക്കെ, ദോശയിലോട്ട് ഇട്ടിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഇതാണ് കാ. ഓക്കെ, ആകെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ.